സാറേ എന്താ കാര്യം? സാറേ ഇവർ പ്രീ പ്രൈമറി സ്കൂളിലെ അധ്യാപകരാണ്. അപ്പോൾ ഇത് ആ സ്കൂളിലെ ടീച്ചർ, ഇത് ആയ അല്ലേ? എന്താ ഇവിടെ കാര്യം? ഒരു ശമ്പളം കിട്ടിയില്ല. അപ്പൊ ഇതിനു മുമ്പ് ആരാ ശമ്പളം തന്നിരുന്നു? കുറച്ചാൾ ഞങ്ങൾക്ക് PTA ശമ്പളം തന്നായിരുന്നു. പിന്നെ കുറച്ചാൾ കിട്ടിയില്ല. പിന്നെ കുറച്ചാൾ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ കൊണ്ട് തന്നു ശമ്പളം. മേലാൽ നിങ്ങൾ ശമ്പളം എന്ന് പറയരുത്. ഓണറേറിയം, അതായത് സർക്കാരിന്റെ പ്രോത്സാഹനം കിട്ടിയില്ല, പാരിതോഷികം കിട്ടിയില്ല എന്നൊക്കെ പറയാൻ പാടൂ. സാറേ എന്ത് പേര് പറഞ്ഞാലും ഇപ്പൊ അതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ആരും സർക്കാർ ജീവനക്കാരല്ല, അത് ആദ്യം മനസ്സിലാക്കണം. അയ്യോ, ആര് പറഞ്ഞു? സർക്കാർ ഞങ്ങളെ ഏറ്റെടുത്തായിരുന്നു. ഏറ്റെടുത്താണ്ട് ഒക്കത്ത് വെച്ചേക്കുന്നു. ശരി, എന്നാ നിങ്ങളുടെ സ്കെയിൽ എത്ര? അതറിഞ്ഞൂടാ. നിങ്ങൾക്ക് ലീവ് ഉണ്ടോ? ലീവില്ല. പിന്നെ ടീച്ചർ ലീവ് എടുക്കുമ്പോൾ ടീച്ചറിന്റെ ജോലിയും കൂടി ഞാൻ ചെയ്യും. പിന്നെ PF ഉണ്ടോ? PF ഇല്ല. മെഡിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടോ? സാറേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ റീഇൻഫോഴ്സ്മെന്റ് അല്ല, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ആണ്. എന്തായാലും അതില്ല. ഇതൊന്നും ഇല്ലാത്ത നിങ്ങൾ സർക്കാർ ജീവനക്കാരാവും. സാറേ ഞാൻ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3:30 വരെ ജോലി ചെയ്യുന്നുണ്ട്. 10 മണി മുതൽ 3:30 വരെ. 10 മണി മുതൽ. സാറേ ഒന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ പിള്ളേരെ എഴുതിപ്പിക്കണം, വായിപ്പിക്കണം. പിന്നെ കുഞ്ഞുങ്ങളെ രാവിലെ ഞാൻ പല്ല് തേപ്പിക്കും, കുളിപ്പിക്കും. ഞാൻ പാട്ട് പാടി കൊടുക്കും, കഥ പറഞ്ഞു കൊടുക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും, ഉറക്കും. ഏത് പാട്ടാണ് പാടുന്നത്? ഒന്ന് കൊറേ പാട്ടുകൾ. അതിലൊരെണ്ണം പാടും. അങ്ങനെ ഇവിടെ വന്ന് പാടി തന്നെ ഒന്നും എങ്ങും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ശമ്പളം കിട്ടണമെങ്കിൽ മതി പാടിക്കാം. എന്റെ നല്ല വീട് ഞാൻ അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട് വീട്ടിൽ, അച്ഛനാണ് ദൈവം, അമ്മയാണ് ദൈവം. അതാ എപ്പോഴും ടീച്ചർ പാടാറ്. നല്ല രസമുള്ളത്. ഇവിടെ മുമ്പ് എപ്പോഴും കേട്ട ഒരു സാധനം. സാറ് പിന്നെ ഞങ്ങളെ കളിയാക്കണ എന്ത് നല്ല വീട്. രണ്ടുപേരും ഒരുമിച്ച്. അതാണ് എന്ത് നല്ല വീട്, ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട് വീട്ടിൽ, അച്ഛനുണ്ട് ദൈവം, അമ്മയുണ്ട് ദൈവം. അത് കുഴപ്പമില്ല. നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ആർക്കാണ്? പണക്കാരുടെ കുട്ടികൾക്കല്ലേ, പാവപ്പെട്ട കുട്ടികൾക്കല്ലല്ലോ. സാറേ ഞാൻ PTTC പാസ്സായതാ. PTTC ആയാലും DDT ആയാലും നിങ്ങൾക്ക് ശമ്പളം തരണമെന്ന് ഒരു സർക്കാരും പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എനിക്കോ സാറേ? പാപ്പാനില്ല, പിന്നെ ആനയ്ക്ക്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞങ്ങളെന്നാ AEOനെ ഒന്ന് കണ്ടോട്ടെ. അതെ AEO വരും, അദ്ദേഹം വഴി പറഞ്ഞു തരും. നമസ്കാരം. സാറ് ഞങ്ങക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. KPP LPS. നിങ്ങൾ അധ്യാപകർക്ക് എല്ലതും അറിയാം, ഇങ്ങനത്തൊന്നും അറിയൂല. ഒന്നാമത്തെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ശമ്പളം മുഴുവൻ മേടിച്ച് കയ്യിൽ വെക്കരുത്. കുറച്ച് പൈസ ഒക്കെ ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കണം. നിങ്ങളുടെ കൂടെ ഉള്ളവരാരും പറഞ്ഞു തന്നല്ലേ അത്? അവർക്കൊന്നും ശമ്പളം കിട്ടിയില്ലേ? അവർക്കൊക്കെ 2-ാം തീയതി തന്നെ കിട്ടി. അവർക്കൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇത് അറിയാവുന്ന ആരെങ്കിലും ചെന്ന് കണ്ട് സംസാരിച്ച് കുറെ റെസീറ്റ് സംഘടിപ്പിച്ച് ടാക്സിന്റെ പേപ്പറൊക്കെ ശരിയാക്കി കൊടുക്കാതെ നിങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചിട്ട് എന്താ കാര്യം? സാറേ ഞങ്ങള് ശമ്പളം ഇല്ലാത്തവരാണ്. ലീവ് എടുത്ത് ഗൾഫിൽ പോയി ഭർത്താവിന്റെ കൂടെ അടിച്ചു പൊളിക്കുമ്പോ ആലോചിക്കണമായിരുന്നു, പഴയ സ്ഥലത്ത് തന്നെ ജോലിക്ക് തിരിച്ചു വരണം, ശമ്പളം മേടിക്കണം എന്നൊക്കെ. സാറേ ഞങ്ങള് പ്രീ പ്രൈമറി സ്കൂളിലെ ടീച്ചറും ആയൊക്കെയാണ്. ഞങ്ങള് സാറീ പറഞ്ഞ ഗൾഫിലൊന്നും പോയിട്ടൊന്നുമില്ല. അത് ശരി. അപ്പൊ വഴി പോണവർക്കും വള്ളക്കാർക്കൊക്കെ ശമ്പളം എടുത്ത് കൊടുക്കാനാ ഗവൺമെന്റ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കണത് ആണോ? ഇന്റെ 12,000 ഉറുപ്പ്യ ഇൻക്രിമെന്റ് കിട്ടാണ്ടാണ് ഞാൻ ഇപ്പോഴും ട്രഷറിയിൽ കയറി ഇറങ്ങി നടക്കുന്നത്. 10ന്റെ പൈസ ട്രഷറിയിലില്ല. നിങ്ങൾ ഇന്നോട് വന്ന് ചോദിക്കാണ്ട് ട്രഷറിയിൽ പോയി അന്വേഷിക്കും. രക്ഷകർത്താക്കളെല്ലാം കൂടി പിരിച്ച് മാസാമാസം ഞങ്ങൾക്ക് വല്ലതും തന്നോണ്ടിരുന്നതാ. ഇപ്പൊ 3-4 മാസമായിട്ട് അതും കിട്ടണില്ല. നല്ല അസലായി പഠിച്ച് 2011 +2 പഠിപ്പിക്കാൻ കയറിയ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുത്തിട്ടില്ല. എന്നാ അവര് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളെ ഒരു ചായക്കാശ് പോലും ഈ അധ്യാപകർക്ക് കൊടുക്കലില്ല. എന്നിട്ട് അവരൊന്നും ഇവിടെ ഒരു പരാതിയായിട്ട് വന്നിട്ടില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഈ ജോലി ഉപേക്ഷിച്ച് വല്ല കാശിയിലോ ഹിമാലയത്തിലോ പോയിരിക്കാം. ആരെങ്ങനെ കണ്ടാലും പിടിച്ച് പള്ളിക്കൂടത്തി കയറ്റിയിരുത്തിയത്? അവരോട് അനുവാദം ചോദിച്ചിട്ട് നിങ്ങൾ കാശിക്കോ രാമേശ്വരത്തോ ഹിമാലയത്തിലോ എവിടെ വെച്ചാ പോയിക്കോ.